എന്നെ സംബന്ധിച്ച് 26,400 സ്പോട്ടും 26,500 സ്പോട്ടും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വരാൻ പോകുന്ന വീക്കില്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ച് ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി GDP ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ വന്നത്. ഓൾമോസ്റ്റ് 8.4% നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആവുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു പോസിറ്റീവായ നോട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി 26,565 വരെ ഗിഫ്റ്റ് നിഫ്റ്റി ഹൈ അടിച്ചതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 26,516 ക്ലോസ് ചെയ്യണം. നമ്മളെ മാർക്കറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യണം 26,387 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴത്തെ കണക്ക് വെച്ചാൽ 516 ഭാഗം, ചുരുക്കി പറഞ്ഞാൽ 120 പോയിന്റുകൾ 130 പോയിന്റുകളും ഗ്യാപ്പ് അപ്പിലായിരിക്കും നമ്മളെ മണ്ടയിൽ. ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പോയിന്റ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ 130ഓളം ഗ്യാപ്പ് പോയിന്റിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് മണ്ടയിൽ ഓപ്പൺ ചെയ്യണം. അതായത് 26,330 320 റീസെന്റ് വന്ന ഹൈക്ക് മുകളിൽ വേണമെങ്കിൽ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസും വളരെയധികം പോസിബിൾ ആണ്. ഈ ആഴ്ച ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ വിശകലനം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച മാർക്കറ്റ് എങ്ങനെയായിരുന്നു, ഈ തലേ ദിവസം മാർക്കറ്റ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ആദ്യം ഇന്നലത്തെ മാർക്കറ്റ് പ്രൊഫൈൽ പറയാം. നിഫ്റ്റി ഇന്നലെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു വലിയൊരു നേട്ടം ഒന്നും തന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ POCക്കും ബുള്ളിഷ് റഫറൻസിനും ഇടയ്ക്കുള്ള ആ ഭാഗത്ത് കിടന്ന് ഈ പാമ്പ് എഴയുന്നത് പോലെ എഴഞ്ഞു നിന്നൊരു ക്ലോസിംഗ് ആയിരുന്നു. ഒരു മുന്നേറ്റം തന്നില്ല. ആ ഭാഗത്തൊക്കെ തന്നെ പ്യുവർലി ഒരു ഡി ഷേപ്ഡ് അല്ലെങ്കിൽ ന്യൂട്രൽ പ്രൊഫൈലായിട്ടാണ് മിഡ് ക്യാപ്പിന്റെ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇൻസൈഡ് IB തന്നെ ക്ലോസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ബുള്ളിഷ് റഫറൻസിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ടി. പക്ഷേ ഈ ഒരു ക്യാൻഡിലിലെ ഹൈക്ക് മുകളിൽ മാത്രമേ നമുക്ക് ഫ്രഷ് ബൈ, അതായത് പറഞ്ഞാൽ ഈ എത്രയാണ് 11-15 കട്ട് ചെയ്ത 59,897.50 മുകളിൽ മാത്രമേ ഫ്രഷ് ബൈ എടുക്കാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബൈയും ട്രിഗർ ആയിട്ടില്ല. ചുരുക്കി POCക്കും ബുള്ളിഷ് റഫറൻസിന്റെ തന്നെ ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി എന്താണ് പ്യുവർലി ഒരു നോർമൽ ഡേ, ചെറിയൊരു ബാലൻസ്ഡ് ഒക്കെ പ്രൊഫൈലാണ്. ഡി ഫെയിലിയർ വന്നു, ബാങ്ക് നിഫ്റ്റിക്കും ഡി ഫെയിലിയർ വന്നു, നിഫ്റ്റിക്കും ഡി ഫെയിലിയർ വന്നു. ഡി ഫെയിലിയർ ട്രേഡ് സെറ്റപ്പ് കിഡിലൻ ട്രേഡ് സെറ്റപ്പാണ്. മാർക്കറ്റ് പ്രൊഫൈലിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്, അത് വർഷങ്ങളായി ചെയ്യുന്നവർക്ക് അറിയാൻ ഡി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള റിവേഴ്സ് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ മെന്ററിംഗിൽ ബാച്ചുള്ള ആൾക്കാരൊക്കെ ഡി ഫെയിലിയർ വന്ന് ട്രേഡ് എടുത്ത് നല്ല കിഡിലൻ വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല, നല്ല മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. അപ്പം ചെറുങ്ങനെയുള്ള ചെറിയ പ്രോഫിറ്റ് ഒക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ മെന്ററിംഗിന്റെ ബാച്ചിൽ നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റപ്പുകൾ, സ്ട്രാറ്റജീസ്, കോൾ സപ്പോർട്ട്സ്, MCXന്റെ കോൾ സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് നിങ്ങളെ കൊടുക്കുന്ന കോസ്റ്റ് നിങ്ങൾക്ക് MCXന്റെ കോൾ വഴി നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് ഒക്കെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാനോടുകൂടി എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. അപ്പം MCX കോൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫീസിന് വേണ്ടിയിട്ടാണ്. ഫീസ് റിക്കവർ ചെയ്യുക, മറ്റത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പഠിച്ച് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഒരു വിജയകരമായ രീതിയിൽ മാറ്റുവാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ തമിഴിലേക്ക് അടച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഇപ്പം നിഫ്റ്റിയും നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയും ആ POCക്കും ബുള്ളിഷ് റഫറൻസൊന്നും പോയില്ല. POCയുടെ ഭാഗത്ത് തന്നെ കിടന്ന് സർപ്പങ്ങൾ ഇഴയുന്ന പോലെ ഏഴഞ്ഞങ്ങനെ അവസാനിച്ച ഒരു ദിവസമായിരുന്നു നമുക്ക് ഈ ഫ്രൈഡേയിൽ വന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ റഫറൻസ് ലെവലിന് ഒരു മാറ്റം ഇല്ലാന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മാർക്കറ്റ് അവിടെ തന്നെ കിടക്കുന്നു. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് പോയി നേരെ വീക്കിലി പ്രൊഫൈൽ അനലൈസ് ചെയ്യാം. സോ മിഡ് ക്യാപ്പ് നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കായിരുന്നേ. മിഡ് ക്യാപ്പിന്റെ അപ്പ് ഒരു സ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രൽ സ്ട്രീം അപ്പ് വീക്കാണ്. മിഡ് ക്യാപ്പിന്റെ ക്ലോസിംഗ് അവിടെ തന്നെ 14,042 ഭാഗത്ത് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. POC വന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിന്റെ ഒരു വീക്കിലി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു ന്യൂട്രൽ സ്ട്രീമിന്റെ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്ട്രീമായിട്ടുള്ള ഒരു വീക്കിന്റെ ഒരു സ്ട്രക്ചറിലാണ് മിഡ് ക്യാപ്പ് വന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ മാറ്റിയിട്ട് ഈ ഡേ ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഫ്രൈഡേ ഒരു ലോ വന്നു, മൺഡേ ഒരു ലോ വന്നു. ആ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ 7:30 വന്നു. ട്യൂസ്ഡേ 7:28 വന്ന ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വന്നൊരു ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വീക്കിലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ മിഡ് ക്യാപ്പ് ഒരു പക്ക ന്യൂട്രൽ സ്ട്രീം അപ്പായിരുന്നു.
ക്ലോസിംഗ് നിങ്ങൾ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 14,046 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. മിഡ് ക്യാപ്പിന്റെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ആ പി ഒ സിയുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ 14,046 ഭാഗത്ത് മിഡ് ക്യാപ്പിന്റെ പി ഒ സി വന്നിരിക്കുന്നു. പി ഒ സിയുടെ ഭാഗത്തേക്ക് തന്നെ ക്ലോസ് ചെയ്യും. ശരിക്കും പറയാൻ ന്യൂട്രൽ എസ്റ്റിന്റെ ട്രേഡ് സെറ്റ് ഇവിടെ ഓപ്പൺ അല്ല മിഡ് ക്യാപ്പ് സംബന്ധിച്ച്. സോ നമ്മളെ നോക്കാം, ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറായ 14,120 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു വീക്കിലി ബേസിസ് നിങ്ങൾക്ക് ബൈ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് 14,400 വരെ പോരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം. ഇനി ഇല്ല 14,046 താഴെ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നതിന് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,900 വരെ വന്ന കഴിഞ്ഞ വീക്കിൽ വന്ന സിംഗിൾ പ്രിന്റുകൾ, ഈ സിംഗിൾ പ്രിന്റുകളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 14,100 മുകളിൽ മിഡ് ക്യാപ്പിന്റെ വീക്കിലി ബേസിസിൽ 14,400 വരെ പോകാനും ഇല്ല 14,046 താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് തിരിച്ചിറങ്ങി ഈ 13,900 വരെ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതൊരു വീക്കിലി വ്യൂ ആണ്. പിന്നെ അതേപോലെ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പാണ്. പി ഒ സിയിൽ അവിടെ തന്നെ ആശാനും ക്ലോസ് ചെയ്യിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 59,920 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഫ്രഷ് ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് എങ്ങോട്ട് പോവാം? 60,500 വരെ ബാങ്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു വീക്കിലി വ്യൂവിൽ കൂടുതലാണ്. ഇല്ല 59,770 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് 59,328 59 എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഈ ഒരു വാല്യൂ ഏരിയ ലോ റൊട്ടേഷൻ ഒരു പോസിബിൾ ആയ ഒരു സംഗതിയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ ഇനി നിഫ്റ്റിയും വീക്കിലി വ്യൂ എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റീം അപ്പാണ്. പി ഒ സിയുടെ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു സിംഗിൾ പ്രിന്റ് ഫോർമേഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നിഫ്റ്റി റൊട്ടേഷൻ എങ്ങനെയാ 26,210 താഴെ സസ്റ്റെയിൻ ഞങ്ങൾ തിരിച്ച് 26,026 വരെ വന്ന് ഇവിടെ ഒരു ബാലൻസിങ് ഫോർമേഷന്റെ ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെയും വീക്കിലി പി ഒ സികളായി 26,214, 59,770 മിഡ് ക്യാപ്പിലാണെങ്കിൽ 14,046 എന്ന് പറഞ്ഞാൽ ഈ 3 നമ്പേഴ്സ് നോർത്ത് വെച്ചേക്കുക. ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 13,833 ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 59,000 ഭാഗത്തേക്കും നിഫ്റ്റി ആണെങ്കിൽ 26,000 ഭാഗത്തേക്കുള്ള ഒരു മീൻ റിവേഴ്സ്, അതായത് ഒരു വീക്കിലി റൊട്ടേഷൻ ബാലൻസിങ്ങിന്റെ ഫോർമേഷന്റെ ചാൻസും വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ഇതൊരു നിഫ്റ്റിയാണ് വീക്കിലിയുടെ എന്റെ കൃത്യമായിട്ടുള്ള വ്യൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 26,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 26,400 26,500 എന്ന് പറഞ്ഞാൽ ആ ഒരു 200 പോയിന്റിന്റെ ഒരു ഗ്യാപ്പിൽ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഞാൻ തംബ്ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഗ്രേറ്റ് GDP ആൻഡ് മാർക്കറ്റ് ഫോർ 26,500 എന്ന് പറഞ്ഞ ആ ഒരു തംബ്ലൈനിന്റെ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതിലേക്ക് പോവാം? നാളത്തേക്കുള്ള മൺഡേയുടെ ലെവൽസിലേക്ക് കൃത്യമായിട്ട് കടക്കാം. സോ ഇനി നമുക്ക് ഇപ്പൊ ഇതിനങ്ങ് ക്ലോസ് ചെയ്യിക്കാം. ഇനി നമുക്ക് വീക്കിലി ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് അല്ലെങ്കിൽ എന്താ ഒരു പക്ക ഒരു ന്യൂട്രൽ പ്രൊഫൈൽ ആയിട്ടാണ് വന്നേക്കുന്നത്. പി ഒ സി വന്നേക്കുന്നത് ഈ 14,046 ഭാഗം. 2 ദിവസം ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ രണ്ടിനെയും കൂടെ മെർജ് ചെയ്ത് പി ഒ സി എടുക്കുകയാണ്. 14,047 പി ഒ സി വന്നത് മിഡ് ക്യാപ്പ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മിഡ് ക്യാപ്പിന്റെ പി ഒ സി മാറ്റാം. ഒരു മാറ്റവും ഇല്ല. 14,047 ഭാഗത്തേക്കാണ് പി ഒ സി കിടക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. ഇനി ഫ്രഷ് ബൈ എന്ന് പറയാൻ 14,100 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 14,140, 14,185, 14,110 ഭാഗത്തേക്ക് പോവാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 14,000 ഈ 13,935 ഞാൻ ഒന്ന് മാറ്റിയിട്ട് 14,000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സോ അത് എങ്ങോട്ട് പോകും? ഫസ്റ്റ് 13,974 ഭാഗത്തേക്ക് പോകാം. അവിടെ ഒരു പി ഒ സി കിടപ്പുണ്ട്. നമ്മളെ കഴിഞ്ഞ ബുധനാഴ്ചത്തെ പി ഒ സി 13,974 പി ഒ സി ടെസ്റ്റ് ചെയ്യാം. ഒന്ന്. സെക്കൻഡ്, അതിന് താഴെ 13,930 ഭാഗത്തേക്ക് വരാം. അത്രയാണ് നേരത്തെ നമ്മളെ പഴയ ബെയറിഷ് അപ്പറിന്റെ ഭാഗത്തേക്ക് 13,930 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് നമ്മൾ 13,886 ഈ ഒരു വാല്യൂ ഏരിയ ഹൈ, അതായത് 13,886 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 14,000 താഴെ മിഡ് ക്യാപ്പിൽ ഒരു സെല്ലിങ്ങിന് ചാൻസ് ഉണ്ട്. ആ സെല്ലിങ് 13,974, 13,930, 13,886 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു റേഞ്ച് ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അപ്പോൾ ഞാൻ ഈ 2 ദിവസം ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഈ പി ഒ സികളൊക്കെ ഒന്ന് മെർജ് ചെയ്യാണ്. എന്നിട്ട് പി ഒ സി കൊണ്ടുവന്നു 59,771 പി ഒ സി. ഇപ്പൊ ഞാൻ തട്ടി പി ഒ സി കൊണ്ടുവന്നു 59,871 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി തട്ടി എത്ര 59,000 പേര് മാറ്റിപ്പോയി 59,771
59,771 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നു. അതൊരു കാര്യം. ഇനി ബുള്ളിഷ് അപ്പം ഞാൻ പറഞ്ഞു 59,920 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈ ഉള്ളൂ. 59,920 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എവിടം വരെ പോവാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് 60,000 ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരും. സെക്കൻഡ് ടാർഗറ്റ് 60,121, തേർഡ് ടാർഗറ്റ് 60,289 ഭാഗത്തേക്ക് പോവാം. മൺഡേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? 60,500 എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് ബെയറിഷ് റഫറൻസ്. ഇപ്പോൾ ബെയറിഷ് റഫറൻസ് നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ ത്രോട്ടിന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. സൈനസിൻ്റെ ഇഷ്യൂ കിടപ്പുള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഡ്രൈനസ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബെയറിഷ് റഫറൻസ്. ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റഫറൻസ് ഞാൻ മാറ്റുന്നുണ്ട്. 59,567 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതിന് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 59,567 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ഈ POC വരും. 59,444, 59,444 ഭാഗത്തേക്ക് ഫസ്റ്റ് ഒരു POCയിലെ ഒരു മൂവ്മെന്റം വരാം. സെക്കൻഡ് അതിന് താഴെ 59,290 ഈ ഒരു ബി പീരീഡിന്റെ ലോ ആയ 59,268 എത്രയാണ്? 59,268 ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 59,030 എത്രയാണ്? 59,030 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബെയറിഷ് റഫറൻസും കുറച്ച് ടാർഗറ്റ്സും മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. 59,567 താഴെ സെല് ചെയ്യണമെങ്കിൽ ഞാൻ എടുക്കും. നാളെ ഇനി മൺഡേയിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അപ് ടു 60,490 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ പോസിബിൾ ആയിട്ട് വരാം. സോ നല്ല മാർക്കറ്റ് എങ്ങനെ ഗ്യാപ്പിനെ സസ്റ്റെയിൻ ചെയ്യുന്നു പോലെ ഇരിക്കും നമ്മളെ മൂവ്മെന്റ്സും കൃത്യമായ രീതിയിൽ വരുന്നത്. ഇതാണ് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവലുകൾ. ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരേ റേഞ്ച് അവൻ മെയിൻറ്റെയിൻ ചെയ്തു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നലെ ഇന്നും കൂടെ പക്ക ഒരു റേഞ്ച് അവൻ മെയിൻറ്റെയിൻ ചെയ്തു. ഞാനത് മെർജ് ചെയ്തപ്പോൾ 26,213 ആണ്. 15 POC. 26,215 എന്ന് പറഞ്ഞ 2 ഡേയ്സിന്റെ മെജർ POC ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഫ്രഷ് ബൈ ഞാൻ പറഞ്ഞു എത്രയ്ക്ക് മുകളിലാണ്? 26,320 മുകളിൽ മാത്രമേ ഫ്രഷ് ബൈ ഉള്ളൂ. 355, 396, 430 എത്രയാണ്? 430 എത്രയാണ്? 26,430. ഇപ്പോൾ 26,320 മുകളിൽ സസ്റ്റെയിൻ ഫ്രഷ് ബൈ എടുക്കാം. 26,355, 26,396, 26,430 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുക 26,165 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രഷ് ബൈ എടുക്കും. 26,165 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരു ബെയറിഷ് റഫറൻസ് എടുക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് എവിടം വരെ വരാം? 26,112 വരെ വരാം. 26,112 എന്ന് പറഞ്ഞ സിംഗിൾ പ്രിന്റ് ബി പീരീഡ് വന്ന സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്ത് ഒരു ടെസ്റ്റ് പോസിബിൾ ആണ്. സെക്കൻഡ് 26,064 ഭാഗത്തേക്ക് പോസിബിൾ ആണ്. 26,064 26,064 ഭാഗത്തേക്ക് പോസിബിൾ ആണ്. തേർഡ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ബിയുടെ ലോ ആയ 26,018 എത്രയാണ്? 26,018 ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞാൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡൗൺവേർഡ് റെഫറൻസ് ലെവൽ മാത്രമേ നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിനും ബാങ്ക് നിഫ്റ്റിക്കും മാറിയിട്ടുള്ളൂ. അപ്വേർഡ് ലെവൽ കുറച്ച് സെയിം ആണ്. ബാങ്ക് നിഫ്റ്റിക്ക് മാത്രം ഒന്ന് കുറച്ച് മുകളിലോട്ട് ബുള്ളിഷ് റെഫറൻസ് കൂടിയതുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 26,320 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. ഞാൻ ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. അത് 355, 396, 430 ഭാഗത്തേക്കും 160 താഴെ നിഫ്റ്റിയിൽ സെല്ലിംഗ് എടുക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ലെവൽ കുറച്ചൊന്ന് മാറിയത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അപ്പോർഡും എല്ലാം സെയിം ആണ്. ഇനി നാളെ മാർക്കറ്റ് 320 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റി 60,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിലും മിഡ് ക്യാപ്പ് 14,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിലും പുതിയൊരു മൊമെന്റം വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലായിരിക്കും. സോ GDP അതുകൊണ്ട് കാരണമാവാനുള്ള ചാൻസും കൂടുതലാണ്. സോ വാച്ച് ചെയ്യുക. എന്നെ സംബന്ധിച്ച് 26,400 സ്പോട്ടും 26,500 സ്പോട്ടും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് വരാൻ പോകുന്ന വീക്കിൽ. പക്ഷേ പ്രൊവൈഡഡ് നിഫ്റ്റിയെ സംബന്ധിച്ച് 26,320 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 26,500 ഭാഗത്തേക്ക് നിഫ്റ്റി എത്തുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ലെവലിൽ മാർക്ക് ചെയ്ത 5 മിനിറ്റ് സ്റ്റാർട്ട് ഉപയോഗിച്ച് നിങ്ങൾ കൃത്യമായി ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഒരു അറിയിപ്പും കൂടെ, 2 അറിയിപ്പുണ്ട്. ഒന്ന്, ഗോ ചാർട്ടിങ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 45% ആനുവൽ ഓഫ് ഉണ്ട്. ഇന്നും കൂടെ എൻ്റെ ആവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി മന്ത്ലി മതി അല്ലെങ്കിൽ മന്ത്ലി പ്ലാൻ എടുക്കുക. അതിൻ്റെ കൂടെ എൻ്റെ ഒരു
ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡും കൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ല നാളൊരു കാലത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് പാക്സ് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കോഡ് വഴി എടുത്ത് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞൊരു കോഡ് കൊടുക്കുക. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇന്നും കൂടെ മാത്രമേ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഓഫർ ഉള്ളൂ. ബെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വെച്ച് നല്ലൊരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണ് ഗോ ചാറ്റിംഗ്. വളരെ ചീപ്പ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. 14,000 രൂപയ്ക്കൊക്കെ ഒരു വർഷത്തേക്കുള്ള ഡേറ്റ, NFC പ്രീമിയം ഡേറ്റ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയും കിട്ടും, മാർക്കറ്റ് പ്രോഫിറ്റ് എല്ലാം കൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി എൻ്റെ മെന്ററിങ്ങിൻ്റെ ബാച്ച് ഞാൻ പറഞ്ഞ പോലെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള മെന്ററിങ് ബാച്ചാണ്. MCXന്റെ കോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അവർ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.